അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവിടെ വെക്കുന്ന ലിഫ്റ്റാണ് അവിടുത്തെ ഒരു കീ സംഭവം. ഈ ലിഫ്റ്റ് ഇപ്പോൾ നമ്മളൊരു 3 ഫേസ് ലിഫ്റ്റ് ആണോ എന്നുള്ളത് ഒരു സംഭവമാണ്. അപ്പോൾ ഒരു 3 ഫേസ് ലിഫ്റ്റ് ആണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ഒരു ജനറേറ്റർ വെച്ച് തന്നെ ബാക്കപ്പ് ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ അല്ലാതെ നമുക്കിപ്പോൾ ഒരു സിംഗിൾ ഫേസ് ലിഫ്റ്റാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ അതൊരു മിക്സി വർക്ക് ചെയ്യുന്ന ഒരു കറണ്ട് മതിയാകും. അപ്പോൾ അവിടെ നമുക്കിതിനെ അതിനെയും നമുക്കൊരു ഇൻവെർട്ടർ ബാക്കപ്പ് വെച്ച് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഈ പറഞ്ഞ പവർ കൺസംഷൻ ഉണ്ടാവുകയുള്ളൂ. അതൊരു എക്സ്ട്രാ എക്സ്പെൻസ് നമ്മുടെ മെയിൻ്റനൻസ് ഫീസിൽ വരുത്തുമില്ല. ഇതാണ് അത്യാവശ്യം വേണമെങ്കിൽ നമ്മുടെ വാട്ടർ പമ്പുകളും ഒക്കെ ഇതേ രീതിയിലുള്ള പിന്നെ ഇൻവെർട്ടർ വെച്ച് വർക്ക് ചെയ്യിക്കാൻ പറ്റും. സൈമൾട്ടേനിയസ് ആയിട്ട് പറ്റില്ല എന്നുള്ളൂ. ഒരേ സമയം ലിഫ്റ്റും വാട്ടർ പമ്പും വർക്ക് ചെയ്യിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. പക്ഷേ അതിനെയും നമുക്ക് ഇതേ രീതിയിൽ ചെയ്യാൻ പറ്റും. സോളാർ പാനൽ വെച്ചിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നൊരു സംവിധാനം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ ചുരുങ്ങിയ എക്സ്പെൻസിൽ ഈ കാര്യങ്ങൾ നടക്കും. അവിടെ നമുക്കൊരു ജനറേറ്ററിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഒരു കൂടിയ ഡെൻസിറ്റി ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്കും ഒരു ഹൈ റൈസ് ബിൽഡിങ്ങിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ അവർക്ക് വേണ്ടിയതായിട്ടുള്ള സംവിധാനങ്ങൾ അനുസരിച്ച് എത്രയാണോ വേണ്ടത് ഒരു ജനറേറ്റർ ബാക്കപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ. അതിപ്പോൾ പല സ്ഥലങ്ങളിലും പ്രീമിയം അപ്പാർട്ട്മെൻറ്റുകളിൽ പലതിലും നമ്മൾ ഫ്ലാറ്റിൻ്റെ അകത്തേക്കൊക്കെ നമ്മൾ റെസിഡൻഷ്യൽ ഫ്ലാറ്റിൻ്റെ അകത്തേക്കൊക്കെ നമ്മൾ പിന്നെ പവർ ബാക്കപ്പ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വേറെ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന കാര്യമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. എല്ലാ ഫെസിലിറ്റീസിനും അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കാര്യം കൂടി ആലോചിച്ചിട്ടാണ് ബിൽഡർ ഓരോ പ്രൊജക്റ്റിലേക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓരോ സംവിധാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്.